ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തനിനാടൻ റെസിപ്പി, പിടിയും കോഴിയും. ക്രിസ്ത്യൻ വീടുകളിൽ ഫെസ്റ്റീവ് ഒക്കേഷൻസിൽ അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരില്ല, അപ്പോൾ ഈസ്റ്ററിനൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നതാണ് പിടിയും. അതിൻ്റെ കൂടെ ഒരു നല്ല മൈൽഡ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ക്രീമി തേങ്ങാപ്പാൽ കൊണ്ട് വയ്ക്കുന്ന ഒരു കോഴിക്കറി. രണ്ടും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് പിടിയുടെ റെസിപ്പിയും ഈ തേങ്ങാപ്പാൽ കോഴിക്കറിയുടെ റെസിപ്പിയും ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി 1 കപ്പോളം വേണം. പിന്നെ കറിവേപ്പില ഒരു 2 കൊളുന്ത്, പിന്നെ 4-5 പച്ചമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ തേങ്ങയുടെ ഒന്നാം പാല് 2 കപ്പ്, രണ്ടാം പാല് 2 കപ്പ്, ഒന്നാം പാല് 1 കപ്പ്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക ആദ്യം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഒരു 4-5 എണ്ണം ഇടും, മുറിച്ചിട്ടിടും. അതൊന്ന് ഇതായി വരുമ്പം, മൂത്ത് വരുമ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കുക, പച്ചമണം മാറുന്നവരെ. അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് ചീന്തി വെച്ചേക്കുന്ന ഇടും. ഇതിൽ നമ്മൾ സ്പൈസസ് ഒന്നും ഇടുന്നില്ല, അതൊരു പ്ലെയിൻ കോഴിക്കറിയാണ് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുള്ളി ഇടും. എന്നിട്ട് നന്നായിട്ട് അത് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കുക. നിങ്ങൾ എത്ര കുഞ്ഞുള്ളി ഇടുന്നോ അത്രയും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. ഞാൻ ഇവിടെ 1 കപ്പാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വേണേൽ അഡീഷണൽ ഇടാം. 1 ടീസ്പൂൺ ഉപ്പിടുക. വീണ്ടും നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ, ഓപ്ഷണലാണ്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മസാല മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടും. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് സിയർ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കും, 2 കപ്പ്, 2 കപ്പോളം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അത്രയും നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കും. എന്നിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുക്കുക. നമ്മുടെ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്നാം പാൽ ചേർക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഒന്നാം പാൽ ചേർത്തിട്ട് അധികം തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഒരു തള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂവി വയ്ക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ
ചിക്കൻ കറി റെഡിയായി. ഇത് പത്തിരീൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയതാണ്. നല്ല കറിയാണ്. അധികം സ്പൈസി അല്ലാത്ത ഒരു മൈൽഡ് സ്പൈസി ആൻഡ് ഇതായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തതായിട്ട് പിടി ഉണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആദ്യമായിട്ട് ഒരു പാത്രം എടുക്കുക. 1 കപ്പ് റോസ്റ്റഡ് അരിപ്പൊടി ഇടുക. പിന്നെ ഒരു 1/4 കപ്പ് റോസ്റ്റഡ് റവ ഇടുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ജീരകം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജീരകമാണ്. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ അതിലേക്ക് ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നിങ്ങൾക്ക് തേങ്ങ കുറച്ചധികം ഇടാം. ഞാൻ തേങ്ങ ഒരു 1/2 കപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും തിരുമ്മി യോജിപ്പിക്കുക. തേങ്ങ കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഒന്ന് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. നമ്മളൊരു പാത്രം എടുത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കും. പിന്നെ 1 ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂൺ ജീരകം അതിലിടും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയിൽ കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി ഒരു കയ്യിലിൻ്റെ കോലുകൊണ്ട് നന്നായിട്ട് ഒന്ന് കുത്തി യോജിപ്പിക്കുക. കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല ചൂടോടുകൂടെ വേണം ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ, പൊടിയിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് കവർ ചെയ്ത് വയ്ക്കുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നീഡ് ചെയ്യുക, കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. ചെറിയ ഡംപ്ലിങ്സ്. നിങ്ങൾക്ക് എത്ര വലിയ സൈസാണോ വേണ്ടത് അത്രയും വലിയ സൈസാക്കിയിട്ട് വയ്ക്കുക. ഞാൻ ഇവിടെ ഒന്നും കൂടെ കുഞ്ഞിതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡംപ്ലിങ്സ് റെഡിയാക്കി വയ്ക്കുക. ഉരുളകൾ നമ്മളൊരു വലിയൊരു പാത്രം എടുക്കും. എന്നിട്ട് അതിൽ 2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം ഒഴിക്കും. ആ ഉരുളകൾ മുങ്ങുന്ന അത്ര വെള്ളം. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകം അതിലേക്കിടും. എന്നിട്ട് അത് തിളച്ച് വരുമ്പം നമ്മളുടെ ഉരുളകൾ അതിലേക്കിടും. അത് മുങ്ങുന്ന അത്രയും വെള്ളം വേണം. ഇതിപ്പോൾ മുങ്ങിയിട്ടില്ല, ഞാൻ ഇത്തിരി വെള്ളം കൂടെ ചേർത്തുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 അല്ലി കുഞ്ഞുള്ളി, പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇത്രയും ചതച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇടുക, ചതച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് വീണ്ടും തിളപ്പിക്കുക. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഒരു കുറുകി വരുന്ന വരെ, അത് വേവുന്ന വരെ കുക്ക് ചെയ്യുക. നമ്മുടെ ഇത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 പാൽ 1 കപ്പ് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യും. 1/4 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ബോയിൽ ചെയ്യാൻ പാടില്ല. എന്നിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിടിയും റെഡിയായി. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഇത് കോഴിക്കറിയുടെ കൂടെ കൂട്ടാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഈസ്റ്ററിന് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.